എൻ്റെ വായലത്തെ പല്ലിൻ്റെ ഇതൊക്കെ മാറിയപ്പോൾ ഞാൻ ഇവിടേക്ക് ഇറങ്ങി, പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കാട് പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ എൻ്റെ ഇത് നമ്മുടെ കോളിഫ്ലവർ അല്ലേ സരിത? കോളിഫ്ലവർ ഒരെണ്ണം പോലും പോയില്ല ചേട്ടൻ നട്ടത്. ഇത് പുല്ലിയൊക്കെ പിടിച്ചിട്ട് ഒരു ജാതി കാട് പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാലത്തൊക്കെ ചെത്തി വെടുപ്പാക്കി കൊത്തി കളച്ച് ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി മാറ്റി. അതിൻ്റെ സാധനം ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷേ നമ്മുടെ അവിടുത്തെ കാബേജില്ലേ, അവർ മുഴുവൻ പോയി. അവിടെ വെള്ളം കെട്ടി നിന്നു മഴ പെയ്തപ്പോഴേ. അതാണ് കുഴപ്പമുണ്ടായത്. തുലാവർഷം കൂടി കഴിഞ്ഞിട്ടാ വെക്കാൻ പാടുള്ളൂ അല്ലേ? അല്ല ചേട്ടൻ്റെ ഒക്കെ പോയി എന്ന് പറഞ്ഞില്ലേ? ഇന്നിപ്പോൾ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ പന്തലൊക്കെ കാലാഹരണപ്പെട്ടു. പിന്നെ നോക്കിയാൽ നമ്മുടെ ഇതിന് നോക്കിയാൽ നല്ലൊരു തടം ഉണ്ടാക്കി ഞാൻ. ഇത് കൂമ്പാരം കൂട്ടിയിട്ടല്ലേ നടന്നേ താത്തി. ഇത് നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ട് നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്, നല്ല പോലെയുള്ള വളർച്ചയായി. ഇതിപ്പോൾ അല്ല എല്ലാതും തടത്തിൽ നിൽക്കണതിനൊക്കെ താഴ്ത്തി നടാറായില്ലേ? അതെ, ഇനി തടം എന്ന് പറഞ്ഞ ഈ ഉയർന്ന് കൂന കൂടിയിട്ടുള്ള പരിപാടി ഇനി പറ്റില്ല. തക്കാളിയൊക്കെ നന്നായിട്ട് വന്നതായിരുന്നു. ദേ വീണ്ടും ഈ 2 തക്കാളിയും കൂടി ഉണങ്ങിയാണ്ട. ഞാൻ സൂടാമോണസും തേങ്ങമോണസും ഒക്കെ ചെയ്തു ഒരു കാര്യം ഉണ്ടായില്ല. അതിൻ്റെ വെള്ളം ചെറുതായിട്ട് നേരിയതിൽ നേർപ്പിച്ച് കലക്കി ഒഴിച്ചു കൊടുത്തു. വാടേണ്ടത് വാടും, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇത് പിന്നെ അല്ലേ ഇന്ന് രാവിലെയും കൂടി ഇത് വാടിണ്ടായിരുന്നില്ല. പിന്നെ വാടി. ഇനിയിപ്പോൾ ഇതൊക്കെ പോവും. ഇത് എനിക്ക് ഈ പ്രൂണിങ് അല്ല മറ്റേ ഈ ബഡ് ചെയ്യണം തക്കാളിനെ. ഈ കണ്ട ഇവിടെ വാടുത്ത് എനിക്ക് വേറെ നോക്കിയേ കൂമ്പെടുത്തിട്ട് പൊന്തിട്ട് കണ്ട ബഡിങ് നടത്തിയത് കണ്ട. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചു. ഇനി അത് മിണ്ടാവും. ഇതപ്പോ ഇനിയുള്ളത് വാടി പോകുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കായിരുന്നു നമുക്ക്. നോക്കിയോട്ടെ അതൊന്ന് പറ്റുമെന്ന്. വാ. അതേ ഇവിടെ ഞാൻ ഇതാണ് ക്ലീൻ ചെയ്യാനുള്ളതേ. ഈ പന്തലുകളൊക്കെ ക്ലീൻ ചെയ്യാറായി, കാലാഹരണപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സരിത നമുക്ക് പണ്ട് പറയൂ സരിത, കോഴിക്കോടുള്ള ബിന്ദു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ആവോ? ആ ചേച്ചി പറഞ്ഞു തന്നിട്ടൊരു ഉണ്ണിയപ്പം നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കുറേ പേര് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതുപോലെയാണ് ഉണ്ടാക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻ്റ് ഇടാറുണ്ടായിരുന്നു. ഞങ്ങളും അതിന് ശേഷം ഉണ്ണിയപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുക. നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കും. കാരണം റവ, പാല്, നേന്ത്രപ്പഴം, ശർക്കര, ഈ 4 ഐറ്റം വേണ്ടോ. അപ്പോൾ മിക്കവാറും ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ ഉണ്ടാക്കി കുറേ സമയം അങ്ങനെ വെക്കൊന്നും വേണ്ട. മാവ് മിക്സ് ചെയ്താൽ അപ്പം തന്നെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിറ്റേ ദിവസത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, ഹാർഡാവില്ല. അങ്ങനെ കൂട്ട് സരിത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂട്ടിന് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആ വീഡിയോ ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കാണാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. റവ, മൈദ, അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. 1 കപ്പ് റവ. 1 കപ്പ് റവ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തന്നെ പാല്, പശുമ്പാലില്ലേ, അത് നാളികേരപ്പാലല്ല, പശുമ്പാല് 1 കപ്പ് തന്നെ എടുത്തിട്ട് അത് ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. എവിടെ ടീസ്പൂണ് അതിലുള്ളത്? അതുള്ളൂ അല്ലേ. ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് ആദ്യത്തെ പരിപാടി. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. രണ്ടും സെയിം അളവ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും റവയൊക്കെ കൂടിയിട്ട് ഇടുക. അതിനിപ്പോൾ ഇങ്ങനെ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നേരെ ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് റവ ഇടുക, അതിലേക്ക് തന്നെ പാലൊക്കെ ഒഴിക്കാം നമുക്ക്. ഇതിങ്ങനെ ഒരു ശീലമായിപ്പോയി. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ കുറേ പേര് വേറെ കുറേ യൂട്യൂബേഴ്സ് ഇതിട്ടിട്ടുണ്ട് ഈ ഉണ്ണിയപ്പം റെസിപ്പി. ഇനി ഇതിലേക്ക് വേണ്ട ഒരു നേന്ത്രപ്പഴമാണ്. അതിങ്ങനെ അരിഞ്ഞ് കഷ്ണാക്കി ഇടാം. ഇനിയിപ്പോൾ കത്തിയെടുക്കാൻ പോകണം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇത് ചെറിയ അത്ര വലിപ്പമുള്ള പഴമല്ല കേട്ടാ. അത് കാരണം കൊണ്ട് ഒരു പഴം പോരാല്ലോ ചേട്ടാ. 1.5 പഴം എടുത്തോട്ടാ. അതെ, നേന്ത്രപ്പഴം വാങ്ങിച്ചു. പകുതി പഴം ഞാൻ തിന്നാം. മുറിച്ചിട്ടോ കുറച്ചും കൂടിയും പഴം ഇടാം. വലിയൊരു നേന്ത്രപ്പഴമാണെങ്കിൽ 1 കറക്റ്റ്.
ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു മതിയാ പഴത്തിൻ്റെ ഒരു പഴം ഫുള്ളും പിന്നെ ഒരു പഴത്തിൻ്റെ ബാക്കിയുള്ള ഞാൻ കുറച്ച് തിന്നാം. പിന്നെ വേണ്ടത് എന്നിട്ടാണെന്നറിയോ, ഇത്രയ്ക്ക് തന്നെ, അതായത് നമ്മൾ എടുത്തത് 1 കപ്പ് റവ, അതായത് 250 ഗ്രാം റവ, 250 ml പാല്, 250 ഗ്രാം തന്നെ, എല്ലാം 250 കേട്ടോ, 250 ഗ്രാം ശർക്കര ഉരുക്കിയതാണിത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ പാടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര കട്ടിയത്. മറയൂർ ശർക്കരയാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഉരുകണം അത്ര. നമുക്ക് വേണം നോക്കിയിട്ട് വെള്ളമൊക്കെ ചേർത്താൽ മതി. വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളം വേണ്ടി വരില്ല. നമുക്ക് ഈ ഒരു 200 ഗ്രാം, അത്രയ്ക്കധികം മധുരം വേണ്ടെന്നുള്ളവർക്ക് ഒരു 200 ഗ്രാം ശർക്കര ചേർത്താൽ മതിയാവും കേട്ടോ. 200. എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ മിക്സ് ഉണ്ടാക്കി നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ 50 ഗ്രാം കൂടി ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു തരി ഉപ്പ്, ഒരു നുള്ളുപ്പ്. പിന്നെ വേണ്ടത് ഏലക്കായപ്പൊടി. അതിപ്പം എന്നെ പൊടിച്ചതാട്ടാ, പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് പൊടിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നല്ല മണം ഉണ്ടായിരിക്കും. മതി. അപ്പം ഇത് അരച്ചിട്ട് വരാം. അടിപൊളിയായിട്ട് അരച്ചു. അത് ചെറിയ പഴങ്ങളുണ്ട് കേട്ടോ. സെറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള നാളികേരക്കൊത്ത് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, അത് കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചേർക്കാം, എത്ര വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് എടുത്ത് വയ്ക്കൊന്നും വേണ്ട കേട്ടോ, അപ്പം തന്നെ ഉണ്ടാക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ബാറ്റർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാം. കാലാഹരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കായലി സരിത ഈ പന്തലടിക്കാൻ പോയിരുന്നു. അപ്പോഴും നോക്കിയപ്പോഴുണ്ട് പയറുകൾ ഉണ്ടാവുന്നത്. നോക്കി സരിത കണ്ട പയറുകൾ, നീളം പയർ, ലോല പോലത്തെ അവശന്മാരാണ്. എന്നാലും ഇതേപ്പുറത്ത് കണ്ടത് നോക്കിയേ. ശരിക്കും കൈപ്പയുടെയാണ് പന്തൽ. ഇത്രയ്ക്ക് പയർ കിട്ടി. ഇവനെ ഞാനിപ്പോൾ ആക്കണില്ല, ഒരാഴ്ച കൂടിയും നമുക്ക് ഇതിൽ നിന്ന് പയർ കിട്ടും. പക്ഷെ ബാക്കിയുള്ള പന്തലുകൾ നമുക്ക് കഴിക്കാം. എന്നിട്ടാ ഇതിനൊപ്പം ഈ പയർ വേണമെങ്കിൽ നന്നാക്കി വെക്കുക. വേണമെങ്കിൽ വേണ്ട, ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ പയർ ശരിയാവില്ല. ഇനിയിപ്പോൾ ഈ പന്തലഴിക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാട്ടാ. തീ കത്തിച്ച് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടാവട്ടെ. അത്ര പെട്ടെന്ന് അയ്യാ, ചാടുപിട്ട തന്നെയാണ്. ഇത് മിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര സുഖാ ചെയ്യാനായിട്ട്. ഉണ്ണിയപ്പത്തിന് ആരും വിരോധിയില്ല അല്ലേ. ചെറിയേട്ടൻ വരെ ഉണ്ണിയപ്പം തിന്നും. ചെറിയേട്ടന് മധുരമൊന്നും ഇഷ്ടമല്ലേ. പക്ഷെ മധുരം ഇഷ്ടമില്ല എന്നല്ല, ഷുഗർ കാരണം കഴിക്കാത്തല്ലേ. ചെറിയേട്ടന് മധുരം എന്ന് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടാ. അല്ല, അങ്ങനെ ഇല്ലാത്തവരെ ഇപ്പം നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ഇതില് മറ്റൊരു മറ്റേ പെൺകുട്ടിയും മറ്റേ ഈ സിദ്ധാർത്ഥ് ഭരതും മറ്റേ ഇവനും കൂടിയിട്ട് വഴക്ക് കൂടില്ലേ. നമ്മുടെ സുഹാസിനിയുടെ വീട്ടിലേക്ക് വരില്ലറി ഇവർ രണ്ടുപേരും. നമ്മൾ അത് പറഞ്ഞ പേരുന്ന സുഹാസിനിയും അവരെ ആയപ്പോഴാണ് നമ്മളല്ല നമ്മള്. ആ സിനിമയില് ഇവര് ഭയങ്കര വഴക്കാണ്. അപ്പൊ ഇവരെ കോംപ്രമൈസിന് വിളിക്കുന്നത് ഈ പെൺകുട്ടീനെയും രാക്ഷസി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ രേണുക മേനോനെ കോംപ്രമൈസിന് വിളിക്കുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ തറവാട് വീട്ടിലുള്ള വഴിയില്ലേ, ആ വഴി അവന്യൂ റോഡ്, അവിടുത്തെ വീട്ടിലേക്കാണ്, സുഹാസിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അവിടേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ, എനിക്ക് മനസ്സിലായി. വഴക്ക് തീർക്കാനായിട്ട് ഇപ്പോൾ ഉണ്ണിയപ്പം തിന്നെന്ന് പറയുമ്പോ ഇവിടെ പറയും ഉണ്ണിയപ്പം എന്ത് പഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ആ വഴക്കിന്റെ ഇടയിൽ ഉണ്ണിയപ്പം തിന്നുന്ന്. ചില വഴക്കുകൾ തീർക്കാനായിട്ട് കാര്യം പറയാൻ വേണ്ടി ചില വഴക്കുകൾ തീർക്കാൻ ഉണ്ണിയപ്പം പറ്റുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അല്ലേ പറഞ്ഞു ചേട്ടൻ പറയുകയും ചെയ്തു, നമ്മളൊക്കെ കേൾക്കുകയും ചെയ്തു. എന്തൊട്ടൊക്കെയാ പറഞ്ഞേ. കാലത്ത് കുറേ പണിതൊട്ടാ ഞാൻ. അതുമ്മിലേക്കും പയർ കയറ്റിണ്ടായിരുന്ന പയർ വെച്ചിട്ട് കയറ്റിണ്ടായിരുന്ന പയർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലത്തെ പയർ ക്ലിക്കായില്ല. അല്ല മീൻ ഉണ്ടായില്ലാണ്. മെയിനായിട്ട് ഈ പടവലങ്ങി നമ്മൾ പുഴുവൊന്നുമില്ലേ. അതെ
അല്ല പിന്നെ പറയാം. ബാക്കിയുള്ള സാധനങ്ങളുടെ പന്തലരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ പടവലങ്ങേരം പന്തലരിക്കുമ്പോൾ ഒരു പൊട്ട മണമുണ്ട്. ഈ പടവലങ്ങേര മണമല്ലേ, ആ മണം ഒരു ജാതി മണസ്റ്റോ. അത് ബാക്കിയുള്ള എൻ്റെ ഇത് പന്തലരിക്കാൻ കുഴപ്പമില്ല. പന്തൽ എന്തായാലും നമ്മുടെ അടിപൊളി കേട്ടാ ചേട്ടൻ്റെ ഐഡിയ. പന്തൽ സൂപ്പറാണ്. ആ ചെറിയേട്ടന് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം. ചെറിയേട്ടൻ വന്ന കഴിക്കാറില്ലേ? ഇടയ്ക്കൊക്കെ കഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി ഒഴിക്കാൻ പോവാട്ടാ. അല്ലല്ല, റവ. അയ്യോ, ഒഴിച്ചത് അധികം. ആ ചേട്ടൻ പറയണത് കേൾക്കില്ലേ? പിന്നിലിരുന്ന ചെറുേട്ടൻ മധുരം ഉപേക്ഷിച്ചു. ബേക്കറി സാധനങ്ങൾ, കേക്ക്, ബിസ്ക്കറ്റ്, അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചു. പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റാതായിട്ടുള്ള ഒരേ ഒരു സാധനമാണ് ഉണ്ണിയപ്പം. അതുകൊണ്ട് തന്നെ ചേച്ചി ഇത് ഉണ്ടാക്കില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ കഴിക്കും. നമ്മൾ ഉണ്ടാക്കുമ്പോ പഴംപൊരി ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോ നമ്മള് വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാക്കണം. ഒരു 10-20 എണ്ണം ഉണ്ടാവും. ഞങ്ങൾ 2 പേരിലല്ലോ, അല്ലെങ്കിൽ സച്ചിൻ്റെ 3 പേരാകുമ്പോൾ 3-5-6 തിന്നും. ഞങ്ങള് മധുരം ഇടില്ല കേട്ടാ. ഉണ്ണിയപ്പത്തിൽ മധുരം ഇല്ലേ? അല്ല, ഉണ്ണിയപ്പത്തിലല്ല, ഇതില് പല സാധനത്തിലും മധുരം. മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈന്തപ്പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അയ്യോ, വെളിച്ചെണ്ണ അധികമായ. ഈ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാട്ടാ. വളരെ എളുപ്പമാണത് ഉണ്ടാക്കാനായിട്ടേ. പഴം, നേന്ത്രപ്പഴം. ഇന്നലെ ലോനപ്പേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചേട്ടൻ പറയാ, കമന്റ് ഉണ്ടായിരുന്നു ചെറിയേട്ടന് പോലും ഇത് ഓർമ്മയുണ്ടാവില്ലാന്ന്. പക്ഷെ ചെറിയേട്ടന് നല്ല ഓർമ്മയുണ്ട്. ഭഗവാനെ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. പരമശിവനാണെന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആളാ. അങ്ങനെയും കിട്ടല്ലാണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയാ മനസ്സിലായി ചെറിയേട്ടനാണെന്ന്? മനസ്സിലായി ആൾക്ക്? പറഞ്ഞപ്പോ ആള് കൊറേ ഞാനെന്നറിയോ, ഒരിക്കലും അറിയില്ല. ഞാനൊരു കോൾ എടുത്തിട്ട് നീ പറയുന്നു. അതെ, വെറുതെ ഒരു അപ്പൊ പിന്നെ നമ്മളെ സൗണ്ട് അറിയില്ലല്ലോ. ഒരിക്കലും അറിയില്ല ആൾക്ക്. കൊറേ തെറിയൊക്കെ പറഞ്ഞൊരു വടിക്കെടുത്ത് ഓടിച്ചു. ആളതിന് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു മൃഗത്തിന്റെ പേരുണ്ടാവും. മുമ്പിൽ മൃഗത്തിന്റെ പേരുണ്ടാവും. അങ്ങനെയാണ് ആളുടെ തെറിയുടെ ശൈലിയില്ലേ. മരിച്ചിട്ട് 3 കൊല്ലാ. കൊല്ലായി മരിച്ചിട്ട്. ഇവിടെ ആളുടെ മോള് ഇവിടെ താമസിച്ചോളുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളിവിടെ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അത്രയ്ക്ക് ഒഴിക്കണ്ടല്ലേ? ലോനപ്പേട്ട ഫോട്ടോ കാണിച്ചു തരും എന്റെ ഫോണിൽ. ഞാൻ ഇങ്ങോട്ട് നാളെ വന്നപ്പോൾ എന്റെ ഫോണിലേക്ക് അയച്ചോളാം. നല്ല ആൾക്കല്ലൻ പോലത്തെ ആളക്കണ്ട. ഭയങ്കര ആരോഗ്യല്ലേ? ആരോഗ്യ ഭയങ്കര കല്ല് ബോഡി ഇങ്ങനെയാ. മിസ്റ്റർ കേരളക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ കട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ നല്ല ബലമുള്ള ശരീരമല്ല. കാണുമ്പോ ഭയങ്കര കട്ടിയാണ്. മറ്റേ ജിമ്മിന് പോയില്ലേ, പണ്ടത്തെ ജിമ്മിന് പോയിട്ട് ശരീരം ഉണ്ടാക്കില്ലേ, അതുപോലെയാണ്. അതന്നെ. എന്റെ അയച്ചാ മതി ഫോട്ടോ. ഇതിൽ വെക്കാം. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി ലോനപ്പേട്ടനെ. ഭയങ്കര കടികളായിരുന്നു. ഞങ്ങൾ കുറെ കാലം ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കുക.
ഇപ്പോൾ കറികളൊക്കെ കൊണ്ടുവരുമ്പോൾ ആൾക്കിങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അയ്യോ മറ്റേ സാധനം എടുക്കായിരുന്നു കേട്ടോ ചേട്ടാ, കോരി. ഞാൻ പറഞ്ഞാലോ ഇതിനോട്, സെൻട്രലത്തെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ. തീ ഉറക്കി സെൻട്രലേ ഏറ്റവും ലാസ്റ്റ് ഒഴിക്കാൻ പാടുള്ളൂ, ചുറ്റും ഒഴിച്ചിട്ടാണ് സെൻട്രൽ ഒഴിക്കാൻ പാടുള്ളൂ. മനസ്സിലായ ഉണ്ണിയപ്പത്തിന്? ഇതേ നമ്മുടെ അടുക്കളയിലത്തെ സ്റ്റൗവിന്റെ പോലെയല്ല, ഇതിന് ഭയങ്കര ചൂടാ ഈ സ്റ്റൗവിന്റെ തീ. കരിഞ്ഞ ഉണ്ണിയപ്പത്തിനാണ് ടേസ്റ്റ്. മസാല ദോശ ഉണ്ടാക്കിയ പോലെയാവും. ആ സെന്റർ, അതെ സെന്റർ ഭാഗം ഇങ്ങടാവും. പക്ഷേ കുഴപ്പമില്ല കാണാനായിട്ട്. ചുറ്റും ഒഴിച്ച് കഴിഞ്ഞിട്ട് നടിയിൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ പറഞ്ഞു തന്നിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചുറ്റും ഒഴിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നടിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. നടിയിലല്ല ഏറ്റവും ചൂടുണ്ടാവുക, പെട്ടെന്ന് കരിയും. ആ വന്നു, ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട കൂമ്പാരം കൂട്ടിയിട്ടേ നമ്മൾ മഴ വെള്ളക്കെട്ട് വരാണ്ടിരിക്കാനായിട്ട് കൂമ്പാരം കൂട്ടിയിട്ട് അതിലാണ് നമ്മൾ ഈ പടവലങ്ങ നട്ടത്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി കൂമ്പാരം കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വെള്ളം നനച്ച് തോൽക്കും. എന്തോരം മണ്ണ ഞാൻ ചെത്തിയിട്ടല്ലേ. ജഗോ ഉണ്ണിയപ്പം വേണേ വന്നോ? രഘുവിന് ഇഷ്ടമൊന്നുമില്ല ഇത്. ഉണ്ണിയപ്പം ഇപ്പം ആളുകൾക്ക് പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറയുമ്പോ. അല്ല ഉണ്ണിയപ്പന്നേ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറയുമ്പോ ഇപ്പഴേ ഉണ്ണിയപ്പം നല്ല അത്ര മധുരമുള്ള ഒരു സാധനമൊക്കെ കഴിക്കില്ലേ? ഇപ്പത്തിരി എരിവും ചൊടിക്കുള്ള സാധനല്ലേ. കേക്കൊക്കെ പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ? ഇവൻ കേക്കും കഴിക്കില്ല. അല്ല നല്ല കാര്യം കഴിക്കണ്ട. ഇവിടെ നിറയെ മറ്റേ കട്ടുറുമ്പ് മരിച്ചാനാ ഇതിൻ്റെ ഉള്ളില്. ഇതിലേക്ക് വേണമെങ്കിൽ ആ കമ്പോസ്റ്റ് കുഴിന്ന് കുറച്ചേ കമ്പോസ്റ്റ് കൊണ്ടിടായിരുന്നു കേട്ടാ. ഇല്ല ഞാൻ ഓരോ നടണം. ഈ കയ്പ കൈമ അതൊക്കെ നടണം. അത് ഈ പന്തലുകളൊക്കെ നാശമില്ല, നീ കാര്യമില്ല. ചൂടാറി ഉണ്ണിയപ്പം ചൂടാറിയില്ലേ? ഭയങ്കര മധുര. ആ മധുരം തീരെ കഴിക്കാത്തവർക്ക് ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മധുരം തോന്നിക്കും. മധുരം വളരെ കുറവ് കഴിക്കുന്നവര് 200 ഗ്രാം അല്ലെങ്കിൽ ഒരു 150 ഗ്രാം അത്രയ്ക്കൊക്കെ ശർക്കര ചേർത്താൽ മതി കേട്ടാ. അധികം വേണ്ട. അതെ 250 ഗ്രാം 250 ഗ്രാം എടുത്തുണ്ടോ? കറക്റ്റ് 250 ഗ്രാം. ഒരു കപ്പ് റവയിലേക്ക് 1 കപ്പ് പാല്, ഒരു വലിയ നേന്ത്രപ്പഴം, അതാണ് എല്ലാം കൂടി. ഇത് ഉണ്ടാക്കിയ കാലം മറന്നു. വല്ലപ്പോഴൊക്കെ അല്ലേ ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കാറില്ലേ? ഒന്നും കഴിക്കാറില്ലേ? ആളെ കൊറേ റെസിപ്പിയിലുണ്ട് കേട്ടാ. ഇല്ലേ ആള് പിന്നെയും പറഞ്ഞത് തന്നെ കൊറേ ടൈപ്പുണ്ട് കോഴിക്കോട്. ഞാൻ പിന്നെ ചേച്ചി ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. പിന്നെ ചേച്ചിനെ മെസ്സേജ് ഇട്ടപ്പോൾ ആള് പറഞ്ഞു ഇത് ആക്സിഡന്റ് പറ്റിയിട്ടൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. നല്ല രസാട്ടാ. ചൂടല്ലേ? അവിടെ എന്താ കാര്യം? അല്ല ചേട്ടല്ലേ ഇവിടെ? അല്ല ചേട്ടൻ 4 ദിവസം അടുപ്പിച്ച് വണ്ടിയാന്ന് പറഞ്ഞില്ല ഇന്നല്ലേ? അതെ
പണ്ടുണ്ടാക്കണ ഉണ്ണിയപ്പം നിന്റെ അടുത്ത് ഒന്നുമില്ല. പണ്ട് അരിപ്പൊടി അപ്പൊ ഇച്ചിരി ഹാർഡാവൂല്ലോ. അരി ഇടിച്ചിട്ടില്ലേക്ക അത് പാളയം കുടമ്പഴൊക്കെ ചേർത്ത് വെക്കുമ്പോ കുറച്ച് സോഫ്റ്റ് ആവും തോന്നുന്നുണ്ട്. നല്ല കണക്കന്നെ. അതന്നെ വെയിൽ വെച്ചിട്ടേ ഇല്ല അല്ലേ, ഒരു മൂടി കെട്ടിയ അന്തരീക്ഷം സുഖമില്ലത് കാരണം. സമയം 5:45 പക്ഷെ കാണുമ്പോ ഒരു 6:30 സമയത്തിന്റെ പ്രതീതിയായി. സമയമായിട്ട് ഇങ്ങനെ നിക്കണേ. അല്ല ഇങ്ങനത്തെ ഇത്തിരി വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിലാണ് പണിയുമ്പോഴൊക്കെ ഒരു ഉഷാറുള്ള. ഇത് ഇങ്ങനത്തെ കാലാവസ്ഥയിലും പുഴുക്കത്തിന് കുറവൊന്നുമില്ല, ഭയങ്കര ഉഷ്ണുണ്ട് അല്ലേ. മനുഷ്യന്മാരെ മന്നകളാക്കാനായിട്ട് പറ്റിയ കാലാവസ്ഥയാണ്. അതെ. സെൻട്രൽ അവസാനം വെച്ചേ എന്നാലും സെൻട്രലിലേക്ക് ആദ്യം ആവണം. നല്ല ഉണ്ണിയപ്പം, നല്ല മൊരിഞ്ഞ സാധനം. നമുക്ക് മധുരം പാകത്തിനുള്ളൂ. ഉണ്ണിയപ്പം കഴിക്കാത്തവരിൽ പെട്ടെന്ന് അവനൊക്കെ ഇത് കരിയിട്ടാ നടിയില്ല. കരിഞ്ഞ ഉണ്ണിയപ്പം എനിക്ക് തരാറ് ഉണ്ടാക്കുമ്പോ പണ്ട്. വലിയേച്ചി പറയും ഉണ്ണിയപ്പം ഉണ്ടാക്കണ സമയത്ത് ചേട്ടൻ വരുന്നു അടുക്കളയിലേക്ക്, എനിക്കുള്ളത് ലാസ്റ്റ് ഇത്തിരി കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കോരി എടുത്തെങ്കിൽ സുഖമായിട്ട്. പണ്ട് കാലത്തൊക്കെ വെളിച്ചെണ്ണപ്പ ഉണ്ടാക്കുക. ഇതിന്റെ അരി ഉണ്ടാക്കുന്നത് അതിന്റെ സൈഡ് ഇങ്ങനെ കടിച്ച ആൾക്കാർ തിന്നും ഫസ്റ്റ് തന്നെ. മൊരിഞ്ഞിരിക്കില്ലേ. അങ്ങനെ ദിവസമൊക്കെ ഉണ്ടാവും. അല്ല പിന്നെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടിരാൻ പറ്റുന്നവർക്ക് വെളിച്ചെണ്ണപ്പണ് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വയ്ക്കുക. അത് എണ്ണി വട്ടയിൽ വയ്ക്കും. ഒരു വട്ടയുണ്ടാവും വെളിച്ചെണ്ണപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വട്ടം ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ ഒരു 8 കഷ്ണമായിട്ട് മുറിക്കും. കുറെ കാലം കഴിഞ്ഞ് ഇതേപോലത്തെ ഒരു കൊട്ടക്കേക്കൊക്കെ വന്നു തുടങ്ങി. കൊട്ടക്കേക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് ലൂസായെന്ന് പറഞ്ഞിട്ട് കട്ടിയിട്ട് സാധനം കട്ടിയോ റവ അങ്ങനെ കുതിർന്ന് വരുമ്പോഴേ. യൂണിയപ്പം അല്ല യൂണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഹോട്ടലൊക്കെ എപ്പോഴും ഇവിടെ ചെലവാകും കേട്ടോ. മുതലാവില്ലേ ഇതിനിപ്പോ എത്ര ചെലവ് ആലോചിക്ക് ചേട്ടാ. കൂട്ടി 250 ഗ്രാം റവ, 250 ml പാല്, 20 8 ചോദിച്ചോ 10 30 ഒരു നേന്ത്രപ്പഴം 30 40 250 ഗ്രാം ശർക്കര 40 20 20 അല്ല 25 എത്ര 65 വെളിച്ചെണ്ണ വേണ്ടേ 200 വെളിച്ചെണ്ണ നെയ്യ് 65 200 വെളിച്ചെണ്ണ 200 വെളിച്ചെണ്ണയ്ക്ക് എത്രയപ്പോൾ 100 രൂപ. അപ്പോൾ കാശായില്ലോ. അപ്പോൾ 165 രൂപയായി. 165 അല്ല അത് ഉപയോഗിക്കില്ല. അല്ല ഒരു 150 എന്നാലും അപ്പോൾ 165 പിന്നെ അല്ലറ ചില്ലറ ഈ നെയ്യും ഏലക്കായ പൊടി ഉപ്പ് തേങ്ങ മാങ്ങ നമ്മുടെ പണികളൊക്കെ കൂടിയേക്കുമ്പോൾ ഒരു 220 ഒരു 220 രൂപ എന്ന് വിചാരിച്ചോ. എത്ര ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ 3 4 7 3 10 14 16 18 20 22 23 രണ്ടെണ്ണം ഞാൻ തന്നു 25 ചെറിയ ഒരെണ്ണമാണ് 26 27 30 ഉണ്ണിയപ്പം കിട്ടും. ഇത്രയും ചെറുതാണ് കിട്ടത്. വല്ല വലിയ ഉണ്ണിയപ്പം അല്ല. 30 ഉണ്ണിയപ്പത്തിന് 300 രൂപ കിട്ടും. ലാഭമാണ് നഷ്ടമാണ് വാൻ നഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് 10 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലേ? മുതലാവില്ലേ? 10 രൂപ കൊടുത്താൽ മുതലല്ലേ? 20 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവുള്ളൂ കറക്റ്റ്. ഓർണത്തിന് 20 രൂപ. അതാര് വാങ്ങിക്കാനാ? അതാണ് പറഞ്ഞത് 300 ചെലവിൻ്റെ വെളിച്ചെണ്ണ അടക്കാം. വെളിച്ചെണ്ണ പിന്നെ ഈ വെളിച്ചെണ്ണ തിരിച്ച് നമുക്ക് കിട്ടില്ലല്ലോ. 300 രൂപ ചെലവന്നാ 300 ഇല്ലേ 10 285 ചെലവ്. നമ്മുടെ പണിക്കാൻ കാര്യങ്ങളൊക്കെ ഇല്ലേ? വെറുതെ ഇത് സാധനം ഉണ്ടാവില്ലല്ലോ. നമ്മളിതൊക്കെ ഉണ്ടാക്കട്ടെ. പിന്നെ നാളികേര കൊത്ത്
500 രൂപ എന്ന് പറയുമ്പോ ഭയങ്കര കാശ് പോലെ. അല്ല നാളികേര കൊത്തിന്റെ കാര്യം പറഞ്ഞിട്ടാ ഇനി എടുക്കുള്ളേ മധുരം കാരനാ. പക്ഷെ എടുത്തോ, ചേച്ചി കൊണ്ടെടുത്തോ. നാളികേര കൊത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അപ്പൊ നഷ്ട. ഇനി 20 രൂപ ചോദിച്ചിട്ട് ഇതിൽ ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല അല്ലേ? ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കണം വാങ്ങിക്കപ്പോൾ. പഴംപൊരി, സാധാ പഴംപൊരി ഒന്നുകൂടാണ്ട് ഉണ്ടാക്കിയ കാര്യത്തിൽ ചിലവില്ല. അത് ചെറുതുണ്ടാവില്ല. സോഡാപ്പൊടിയും അത് കിട്ടുമ്പോ അങ്ങനെ വീർത്ത് ഇങ്ങനെ വരുള്ളൂ. അതേ വലിപ്പം ഉണ്ടാവില്ലേ? കറും മുറിന്നുള്ള സൗണ്ടാ മുഴുവൻ. സൗണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എൻ്റെ പണി എനിക്ക് പോട്ടെ, ഇരുട്ടായി. മറച്ചിടാറായിട്ടില്ല. പൃഥ്വിരാജ് മോനെ, ഈ കാലാവസ്ഥ നല്ല ഉണ്ണിപ്പം നിന്നറാ ചൂടുണ്ടോ? കഴിക്കുമ്പോഴത്തെ ജഗ്ഗുന്റെ മുഖം നോക്കിയോളോ. ഞാൻ 5-ാമത്തെ തിന്നത്. തെങ്ങ് കയറുന്ന ആൾ വരാന്ന് പറഞ്ഞായിരുന്നല്ലോ, വന്നില്ല. ഞങ്ങളവിടെ നിന്ന് പോകുന്നു, അവിടെ ഇരുട്ടായി. അപ്പോൾ നമ്മുടെ ഇമ്രാന് ചാർലിക്കും ഓരോ ഉണ്ണിയപ്പം കൊടുക്കാൻ തീരുമാനിച്ചു. ചേരേട്ടൻ കുറേ ഉണ്ണിയപ്പം കൊണ്ടുപോയി. പിടിച്ച സീമ ചേച്ചിക്കും അല്ല ചേട്ടൻ പിന്നെ പണിക്ക് പോയേക്കാം. സീമ ചേച്ചിക്കും ചെറു ചേച്ചിക്കും കൊടുക്കാൻ വേണ്ടി. ഇമ്രാൻ ചാർലി ഇമ്രാൻ വരണമെന്നില്ല. ഇമ്രാൻ പേളിന്ന് നോക്കിയിരിക്കുക. ഒരു ഉണ്ണിയപ്പം നിനക്ക് കേട്ടാ. എന്താ ചൂടുണ്ടാവും വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്നാ മതി. ആ പേളി മുളപ്പിച്ചു ഇമ്രു ബാ. ഇതുവരെ തിന്നാത്തൊരു വിഭവമാണ് കേട്ടാ. നീ ജനിച്ചവന് ചേട്ടൻ നിന്നിട്ടില്ല ഈ ഉണ്ണിയപ്പം കണ്ട. വേണ്ടേ കഴിക്കി. ചാലിനെ പേടിച്ചിട്ടാവും. എടുത്തു. ആ